കീഴിൽ വെക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെയും ധാരണ. 12th കഴിഞ്ഞിട്ടുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ആയുർവേദം ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആയുർവേദം എന്നുള്ള ഫീൽഡ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നിയാസ, ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഏതൊരു സയൻസ് പഠിക്കുകയാണെങ്കിലും നമ്മളത് എക്സ്പേർട്സിൻ്റെ അടുത്ത് തന്നെ പോയി പഠിക്കണം. അതിനായി ഞാൻ സെലക്ട് ചെയ്തത് വിഷ്ണു ആയുർവേദ കോളേജായിരുന്നു. ഞാൻ ഡോക്ടർ കിരാതമൂർത്തി PP, പ്രിൻസിപ്പൽ, വിഷ്ണു ആയുർവേദ മെഡിക്കൽ കോളേജ്, ഷൊർണൂർ. ആയുർവേദം ഒരു പ്രായോഗിക ശാസ്ത്രമാണ്. അതിന് സിദ്ധാന്തപരമായ ഒരു അടിത്തറയുണ്ട്. 5000 വർഷത്തോളമായി ജനങ്ങൾക്ക് രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. കേരളത്തിലെ സ്വാശ്രയ കോളേജുകളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ കോളേജാണ് വിഷ്ണു ആയുർവേദ കോളേജ്. ആയുർവേദ കോളേജിനോട് ചേർന്നു തന്നെ വളരെയധികം രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദ ആശുപത്രിയും ഇതിനോട് ചേർന്നുണ്ട്. അതിനുവേണ്ട ഔഷധങ്ങളുടെ ഒരു ഫാക്ടറിയും, അതുമാത്രമല്ല നല്ല ഒരു ഹെർബൽ ഗാർഡൻ, ഔഷധ സസ്യത്തോട്ടം ഈ ആയുർവേദ കോളേജിൽ ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടറായ ശ്രീ രാമചന്ദ്രൻ നായർ സാർ PhD എടുത്ത ആയുർവേദ വൈദ്യ കുലത്തിൽ ജാതനായ ആളാണ്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൻ്റെ, ആയുർവേദത്തിൻ്റെ സത്ത ആയുർവേദ കോളേജിലേക്ക് വ്യാപരിച്ചിട്ടുണ്ട്. ഷൊർണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിൽ പാലക്കാട് പെരിന്തൽമണ്ണ ഹൈവേയോട് ചേർന്നാണ് ഈ വിഷ്ണു ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ടെക്നോളജിയിലുണ്ടായ പുരോഗതികൾ മറ്റേത് ഫീൽഡിനെയും പോലെ തന്നെ ആയുർവേദ സയൻസിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയുർവേദ പഠനത്തിൽ ടെക്നോളജിയുടെ സ്ഥാനം വളരെ വലുതാണ്. വളരെയധികം ഡിഫറെൻ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫെസിലിറ്റീസാണ് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് റൂംസ്, പ്രാക്ടിക്കൽ ക്ലാസ്സസിനായിട്ടുള്ള ലാബറട്ടറീസ്, ലൈബ്രറീസ്, ഓഡിറ്റോറിയം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായിട്ടുള്ള സെപ്പറേറ്റ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, ഹോസ്റ്റൽ ആൻഡ് ഹോസ്പിറ്റലിലേക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ക്യാൻറ്റീൻസ്, റിസർച്ച് ഫെസിലിറ്റീസ്, കോളേജ് ടു ഹോസ്പിറ്റലിലേക്കുള്ള ഈസി ആക്സസിബിലിറ്റി, ഇൻബൗണ്ട് ആയിട്ട് കോളേജ്, ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്റ്റൽ ഉള്ള ഫെസിലിറ്റി, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആയിട്ടുള്ള സ്പോർട്സ് ഫെസിലിറ്റീസ്, കോൺഫറൻസ് ഹാൾ, യോഗ ഹാൾ, ഇങ്ങനെ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വിഷ്ണു ആയുർവേദ കോളേജിലുണ്ട്. ആയുർവേദ ശാസ്ത്രം പഠിച്ചിറങ്ങുന്നവർ നേടുന്ന ബിരുദമാണ് BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. ഇതൊരു 5.5 വർഷത്തെ കോഴ്സാണ്. ഇതിൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുതൽ രോഗത്തിൻ്റെ നിർണയം, അതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ നിർമ്മാണ വിധി, ദ്രവ്യങ്ങളുടെ ഉപയോഗം, അവയുടെ ജെനുവിനിറ്റി നോക്കൽ, അതുപോലെ തന്നെ ഓരോ കാലത്തിലും വ്യതിയാനം വരുന്നതിനനുസരിച്ചിട്ടുള്ള രോഗങ്ങൾ, അവയുടെ നിർണയം, അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ, ഇതെല്ലാം നിർദ്ദേശിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദ ശാസ്ത്രം. നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ കീഴിൽ വരുന്ന കോളേജാണ് വിഷ്ണു ആയുർവേദ കോളേജ്, അഫിലിയേറ്റഡ് ടു കുഹാസ്, അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്. ഇന്ന് ആയുർവേദ രംഗത്ത് മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വന്ന വർഷം മുതലേ ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരു ആയുർവേദ ഡോക്ടറിലുപരി എനിക്ക് എന്താവാൻ പറ്റും ഈ ഒരു കോഴ്സിലൂടെയെന്ന്. പിന്നീടാണ് മനസ്സിലായത് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ടെന്ന്. ലൈക്ക് സ്പോർട്ട് മെഡിസിൻ, മർമ്മ ചികിത്സ, കോസ്മെറ്റോളജി, ന്യൂട്രീഷനിസ്റ്റ്, ഡയറ്റീഷ്യൻ, യോഗ, അതേപോലെ ഒത്തിരി ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് BAMS എന്ന കോഴ്സിൽ 4.5 വർഷത്തെ പഠനവും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പുമാണുള്ളത്. ഈ 4.5 വർഷത്തെ കോഴ്സിനെ 1.5 വർഷം വീതമുള്ള പ്രൊഫഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന എല്ലാ ആയുർവേദ കോളേജും, ഇന്ത്യയിലെ എല്ലാ ആയുർവേദ കോളേജുകളും കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ആ ബോഡി ഈ പറഞ്ഞ 4.5 വർഷത്തെ കോഴ്സിനെ 1.5 വർഷമുള്ള പ്രൊഫഷൻ വൈസായിട്ട് 2023 മുതൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്.
അതിൽ ആദ്യത്തെ പ്രൊഫഷനിൽ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുകയും ഈ സംഹിതകൾ, ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നതായിട്ടുള്ള സംഹിതകളിൽ പറയുന്ന ശ്ലോകങ്ങളെ മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിൽ അവർക്ക് സംസ്കൃതത്തിലുള്ള പ്രാവീണ്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അതോടൊപ്പം ആധുനിക ശാസ്ത്രം, അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അനാറ്റമി, ഫിസിയോളജി എന്നീ സബ്ജക്റ്റിലും അവർക്ക് പ്രാവീണ്യം ഉള്ളവരാക്കി തീർക്കുന്നു. രണ്ടാമത്തെ പ്രൊഫഷനിൽ ഇതുപോലെ രോഗത്തിൻ്റെ കാരണങ്ങളും അതിനുള്ള എങ്ങനെയാണ് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുക, ആയുർവേദ മരുന്നുകളുടെ ഉൽപ്പാദനവും അടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രൊഫഷനിലാണ് ചികിത്സയെക്കുറിച്ച് വളരെ വിപുലമായിട്ടുള്ള പഠനം നടക്കുന്നത്. അപ്പോൾ സമഗ്രമായി ആയുർവേദ തത്വങ്ങൾക്കൊപ്പം ആധുനിക ശാസ്ത്രത്തിൻ്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടി ഈ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ കൂടെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രാവീണ്യം നേടിയിട്ടാണ് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ഒരു കരിക്കുലമാണ് NCISM വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ സമകാലീനമായിട്ടുള്ള ഒരു ഗവേഷണം, ആ ഗവേഷണത്തിൽ കൂടി കുട്ടികൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഔട്ട്കം ബേസ്ഡ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ നമ്മുടെ കോളേജിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു പോരുന്നുണ്ട്. അപ്പോൾ ഈ BAMS കോഴ്സ് കൂടാതെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് ഇവിടെ BSc അല്ല, ആയുർവേദ നഴ്സിംഗും ആയുർവേദ ഫാർമസി മാസിയർ കോഴ്സുകളും നമ്മൾ നടത്തി വരുന്നുണ്ട്. ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികളുടെയും ടെൻഷനും പേടിയാണ് സംസ്കൃതം എന്ന സബ്ജക്റ്റ്. ഞാനുൾപ്പെടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ടെൻഷനും പേടിയും വെച്ചാണ് ഈ കോളേജിൽ ആദ്യമായി ജോയിൻ ചെയ്തത്. പക്ഷേ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കി തരാതെ ഞങ്ങളുടെ കൂടെ ഏറ്റവും സപ്പോർട്ടും കെയറും തന്നതാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. ഇതിലൂടെ ഞങ്ങളും ടീച്ചേഴ്സും തമ്മിലുള്ള സൗഹൃദം ഉയർന്നു വന്നു. പഠനം കൂടുതൽ എളുപ്പമാക്കാൻ എഡ്യൂസ്മാർട്ട് പോലുള്ള ഫെസിലിറ്റീസുകൾ നമ്മുടെ കോളേജിൽ ലഭിച്ചു വരുന്നു. ക്ലാസ് റൂമുകൾ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ പഠനം. ഞങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ കൂട്ടാനും അതിലുപരി പ്രകൃതിയുമായി കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും ഞങ്ങൾക്ക് NSS ക്യാമ്പ് പോലുള്ള പ്രോഗ്രാമുകൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അതിലുപരി ഗൈനക്കോളജി, സർജറി, ഫോറൻസിക്, പഞ്ചകർമ്മ, കായ് ചികിത്സ പോലുള്ള എല്ലാ ഇയർലിയും ക്ലിനിക്കൽ സബ്ജക്ട്സിന് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും പോസ്റ്റിംഗ്സും ലഭിച്ചു വരുന്നു. हम यहाँ महाराष्ट्र से पढ़ने आए हैं, पर यहाँ ऐसा कोई लैंग्वेज बैरियर नहीं है. यहाँ के सब टीचर्स इंग्लिश में पढ़ाते हैं. यहाँ का फैसिलिटीज़ मुझे बहुत अच्छा लगता है. यहाँ एनाटॉमी लैब, फिजियोलॉजी लैब एंड लाइब्रेरीज़ बहुत अच्छा है. यहाँ की फैसिलिटीज़ बहुत अच्छी है. एनाटॉमी लैब्स में आयुर्वेद के साथ साथ मॉडर्न भी बहुत ज़्यादा पढ़ाया जाता है. यहाँ की फिजियोलॉजी लैब्स में बहुत सारी इन्वेस्टिगेशंस होती है. यहाँ के टीचर्स भी बहुत सपोर्टिंग है और नॉलेजेबल है. मेरा पहले से ही आयुर्वेदा में इंटरेस्ट था, तो मैंने सर्च किया तो विष्णु आयुर्वेदा कॉलेज का नाम पता चला. मैं यहाँ से 6 महीने से पढ़ रहा हूँ और मैं यहाँ पे BAMS कोर्स कर रहा हूँ. यहाँ की पढ़ाई बहुत अच्छी है. यहाँ का स्टाफ बहुत फ्रेंडली है. मैं यहाँ पे फुटबॉल खेलता हूँ. यहाँ का स्पोर्ट्स भी बहुत बढ़िया है. इसी साल हमने 2024 PK राजा मेमोरियल में रनर्स अप हुए थे. यहाँ पे फुटबॉल के अलावा बहुत सारे स्पोर्ट्स हैं, जैसे कि बैडमिंटन, वॉलीबॉल, टेबल टेनिस, और यहाँ की फैसिलिटीज़ भी बहुत अच्छी है. ആരോഗ്യരംഗത്ത് മികച്ച ആയുർവേദ ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി ലക്ഷ്യമിട്ട് ഉന്നത നിലവാരത്തോടുകൂടി മികച്ച സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കോളേജാണ് നമ്മുടെ വിഷ്ണു ആയുർവേദ കോളേജ്. ഈ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മാനസിക പിരിമുറുക്കങ്ങളിൽ ഒരു കൈത്താങ്ങാവുന്നതിനും ഒരു പേഴ്സണൽ അറ്റൻഷൻ ലഭിക്കുന്നതിനും വേണ്ടി സ്റ്റുഡൻറ്റ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള ഈ കോളേജിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സെല്ലും സ്റ്റുഡൻറ്റ് ഗൈഡൻസ് സെല്ലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2024-25 ബാച്ചിലെ പഠന മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മറ്റ് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്റ്റുഡൻറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം കോളേജ് മാനേജ്മെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതുമാണ്. कहने को तो हम दूर से आ रहे हैं, पर ऐसा लगता है कि यह हमारा दूसरा घर ही है. And I'm really confident that I'll be there where I wish to be. ആയുർവേദം തിരഞ്ഞെടുത്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നായിരുന്നു. അത് പഠിക്കാനായി വിഷ്ണു ആയുർവേദ കോളേജ് തിരഞ്ഞെടുത്തത് അതിലും മികച്ച ഒരു തീരുമാനമായിരുന്നു.
സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവർക്കും നന്ദി.